ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ അയ്യപ്പ സംഗമം നടത്തി, പമ്പയിൽ ഒരു ആളില്ലാ സംഗമം നടത്തി, അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ്. അന്ന് തുടങ്ങിയതാണ്, അതിന്റെ കണക്ക് ഇന്നേ വരെ വെച്ചിട്ടില്ല എന്നുള്ളതാണ് സംബന്ധിച്ചൊരു വാർത്തയുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ഏറെ കൊട്ടിഘോഷിച്ച് നടത്തിയ പമ്പ അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് നൽകാൻ ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. ഈ മാസം 9 കണക്ക് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. എങ്കിലും ഇതുവരെ കണക്ക് തയ്യാറായിട്ടില്ല. അയ്യപ്പ സംഗമം നടത്തി 45 ദിവസത്തിനകം കണക്ക് കൃത്യമായി സ്പെഷ്യൽ കമ്മീഷണറെ ഏൽപ്പിക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അരുൺ കൊടുങ്ങൂർ ഈ വാർത്തയുമായി ചേരുകയാണ്. അരുൺ, എല്ലാ അർത്ഥത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കുരുക്ക് വീണിരിക്കുകയാണ്. അതായത് ഈ 45 ദിവസത്തിനുള്ളിൽ സ്പെഷ്യൽ കമ്മീഷണറെ കണക്ക് ഏൽപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം എന്ന് ഇരിക്കെ ഈ മാസങ്ങൾ കഴിഞ്ഞു ഈ അയ്യപ്പ സംഗമം ഒക്കെ നടത്തിയിട്ട്, അല്ലേ അരുൺ? അപ്പോൾ ഇത് എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ഇവർക്ക് കണക്ക് സമർപ്പിക്കാൻ സാധിക്കും? 9 കണക്ക് വയ്ക്കുമോ? തീർച്ചയായും അതുതന്നെയാണ്. ദേവസ്വം ബോർഡ് സർക്കാരിനെ സംബന്ധിച്ചോളം ഈ അയ്യപ്പ സംഗമം അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഈ അയ്യപ്പ സംഗമത്തോടെയാണ് ഈ ശബരിമലയിലെ ഈ വലിയ കൊള്ളയുടെ വാർത്തകളൊക്കെ തന്നെയും പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ അകത്താകുന്ന ഒരു അവസ്ഥയും വന്നിരുന്നത്. കാരണം അത്ര ഒരു വലിയ കച്ചവട കണ്ണോടെ ശബരിമലയിലെ ഒരു വ്യാപാര കേന്ദ്രമാക്കിക്കൊണ്ട്, കച്ചവട കേന്ദ്രമാക്കിക്കൊണ്ട് അവിടെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് അതിലൂടെ ഒരു വലിയ വികസനം എന്നുള്ള ഒരു സ്വപ്നമൊക്കെ തന്നെ ആദ്യം പറഞ്ഞുവെങ്കിൽ പോലും ആ ഒരു വിഷയത്തിൽ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിക്രമങ്ങളായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നീക്കങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടി ഏറ്റിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നായിരുന്നു. അത് കൃത്യമായി തന്നെ മാനദണ്ഡങ്ങൾ, ആരൊക്കെയാണ് ഈ അയ്യപ്പ സംഗമത്തിന് സംഭാവന നൽകുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്, എത്ര രൂപയാണ് അവർ തന്നത്, അത് കൃത്യമായ കണക്ക് നൽകണമെന്നുള്ള ഒരു മാനദണ്ഡം മുന്നോട്ട് വെച്ചതോടെ സർക്കാരും ദേവസ്വം ബോർഡും വലിയ കുരുക്കിലേക്ക് പോവുകയായിരുന്നു. കാരണം എല്ലാ തവണത്തെയും പോലെ കുറേ വ്യവസായികളെയും അതോടൊപ്പം തന്നെ പ്രമുഖരെയും കണ്ട് അവർക്ക് VIP ദർശനം ഒരുക്കി ശബരിമലയിൽ മറ്റ് സഹായങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് കുറേ കോടികൾ അടിച്ചു മാറ്റാം എന്നുള്ള ഒരു വലിയ ലക്ഷ്യം തുടക്കത്തിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പൂർണ്ണമായും തടയിടുന്ന ഒരു നടപടിയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വരവ് ചിലവ് കണക്കുകൾ. അത് കൃത്യമായി തന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്, 45 ദിവസത്തിനുള്ളിൽ വരവ് ചിലവ് കണക്കുകൾ സ്പെഷ്യൽ കമ്മീഷണറെ ഏൽപ്പിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞത്. പക്ഷേ തുടക്കത്തിൽ തന്നെ അതിൽ ഗുരുതരമായുള്ളൊരു വീഴ്ച വന്നിരുന്നു. അത് ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ സ്പെഷ്യൽ കമ്മീഷണർ R. ജയകൃഷ്ണൻ ഹൈക്കോടതിയെ അറിയിച്ചു. ആ സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങളുണ്ടായി. അതിനുശേഷമാണ് വീണ്ടും ഇതിനെ അവധി ചോദിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ ജനുവരി 9 ഈ കേസ് പരിഗണിച്ചത്. ഒരു മാസത്തിനുള്ളിൽ കൃത്യമായി തന്നെ ഈ കണക്കുകൾ, വരവ് ചിലവ് കണക്കുകൾ, എത്ര തുക ലഭിച്ചു, എത്ര തുക ചിലവായി, ഈ ചെലവ് കണക്കുകൾ കൃത്യമായി തന്നെ സ്പെഷ്യൽ കമ്മീഷനെ ഏൽപ്പിക്കണമെന്നുള്ള ഒരു കർശനമായ നിർദ്ദേശമാണ് വെച്ചിരുന്നത്. ഇനി ഒരു കാരണവശാലും അനുമതി നൽകാനാകില്ല എന്നുകൂടി ദേവസ്വം ബോർഡിന് ഈ ഹൈക്കോടതി അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ കാലാവധി തീരാനായി ദിവസങ്ങൾ മാത്രം ബാക്കിയാണുള്ളത്. ഇതുവരെയും കണക്ക് സമർപ്പിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മറ്റൊരു വലിയ വിവാദത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഇത് ആരൊക്കെയാണ് ഫണ്ട് നൽകിയെന്നുള്ളൊരു കാര്യം ഹൈക്കോടതിയുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചിലവുകൾ, വരവ് ചിലവ് കണക്കുകൾ പറയുമ്പോൾ ആ ചിലവിനെക്കുറിച്ച് കൃത്യമായി പറയേണ്ടതുണ്ട്. കാരണം അത്യാഡംബരമായുള്ള സൗകര്യങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത്. ഈ ഭക്തരെ സംബന്ധിച്ചോളം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, കുടിവെള്ളമില്ലാതെ മണിക്കൂറുകൾ വലഞ്ഞു നിൽക്കുന്ന ഭക്തർക്ക് യാതൊരു സൗകര്യവും ഒരുക്കാത്ത സർക്കാരാണ്, ദേവസ്വം ബോർഡാണ്. ഇവിടെ കൃത്യമായി തന്നെ AC ഹോളും അതോടൊപ്പം തന്നെ AC വലിയ ജർമ്മൻ പന്തലൊക്കെയിട്ട് തന്നെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ തന്നെ ഫെസിലിറ്റി ഒരുക്കിക്കൊണ്ട് അവർക്ക് താമസ സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ഒരു നടപടിയൊക്കെ തന്നെ ഉണ്ടായത്. അത് വലിയ വിവാദമായിരുന്നു. എന്തായാലും ഈ ഒരു കണക്ക് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് 9-ാം തീയതിക്ക് മുമ്പ് എന്തായാലും ദേവസ്വം ബോർഡ് കണക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. സമർപ്പിച്ചില്ല എങ്കിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടാകാൻ പോകുന്ന സമാനതകളില്ലാത്ത തിരിച്ചടിയാകുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി എങ്ങനെയെങ്കിലും കണക്ക് സമർപ്പിക്കാം എന്ന് വെച്ചാൽ പോലും കൃത്യമായി തന്നെ
ഓഡിറ്റ് ചെയ്ത കണക്ക് മാത്രമായിരിക്കണം സ്പെഷ്യൽ കമ്മീഷനെ നൽകേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞത്. എന്തായാലും ആ ഒരു വലിയ തലവേദനയിലേക്ക്, വലിയ പ്രതിസന്ധിയിലേക്ക്, വലിയ ബുദ്ധിമുട്ടിലേക്ക് ദേവസ്വം ബോർഡ് ഒന്നാകെ മാറിയിരിക്കുകയാണ്. എന്തായാലും കണക്ക് ഈ തയ്യാറാക്കുന്ന അവസാനഘട്ട ജോലികളൊക്കെ തന്നെ നടക്കുന്നു. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ കണക്ക് സമർപ്പിക്കുമെന്നുള്ള ഒരു വിവരമാണ് ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. രാഹി, ശരിയാണ്. എന്തായാലും നമുക്ക് ഇനി കണക്കിൽ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് 2 ദിവസം കൂടി ഉണ്ട്. അരുൺ പറഞ്ഞ പോലെ തന്നെ ഈ തട്ടിക്കുട്ടി വളരെ പെട്ടെന്ന് അല്ലെ കണക്കിൽ എന്തൊക്കെ കളി നടത്തുന്നു നടത്താനുള്ള സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കാം. അതെ അതെ.